തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ ടെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർട്ടിന്റെ ഉള്ളിലാണ്. അതായത് ടെന്റ് കാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 6.5 അടി നമ്മുടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ടെന്റിന്റെ വലുപ്പം വരുന്നത് 6.5 അടിയാണ്. നമ്മുടെ ഫ്ലൈവുഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മോട്ടർ നമ്മൾ വെക്കുകയാണ്. ഈ മോട്ടർ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടാവും, ഗിയർ മോട്ടറാണ്, 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്ലൈവുഡ് നേരായി തിരിച്ചിട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്ലൈവുഡിനെ ഇനി നമ്മളിത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ 2 പീസും നമ്മൾ വെച്ചു. അതിനുശേഷം സെൽഫ് സ്ക്രൂ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടും, അതൊരു പ്രശ്നമല്ല, അത് നമ്മൾ സെറ്റ് ചെയ്യൂട്ടത്. ഓടിച്ചോട്ടെ പ്രവണേ, ഓടിക്കാൻ പോവാണേ. നമ്മളുടെ ടെന്റ് കാർട്ട് നല്ല അടിപൊളിയായിട്ട് നീങ്ങുന്നുണ്ട്. ഏടാ നല്ല രസമായിട്ട് പോണല്ലേ. അപ്പോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ കാണുന്ന പടക്കക്കുട്ടന്മാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു എന്താ പറയാ വിഷു സ്പെഷ്യൽ പടക്കം, അതായത് പടക്ക ട്രീ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പൊ മച്ചന്മാരെ നമ്മളുടെ ഇരുമ്പിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കാണുന്ന ട്രീമേ നമ്മളുടെ വിഷു സ്പെഷ്യൽ പടക്കങ്ങൾ മൊത്തം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ സ്കൈ ഷോട്ടിന്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മേശാപ്പൂ ഉണ്ടത്, മേശാപ്പൂക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മുടെ മേശാപ്പൂ എടുത്ത് നമ്മളിത് നമ്മുടെ റിങ്ങുമ്മ ഒട്ടിച്ച് വെക്കേണ്ട. അപ്പൊ ഈ സംഭവം നമ്മൾ ഇവിടെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുമ്പോ അങ്ങോട്ട് പെശകായിരിക്കുള്ളൂ. അങ്ങനെ കാത്തിരുന്ന സമയം വന്നേക്കാണ്. ഇതേ നോക്കിയേ, നമ്മളുടെ ഐറ്റത്തിന് നമ്മൾ തീ കൊടുക്കാണ്ടാ. ഓ അങ്ങനെ മച്ചാമാരെ നമ്മുടെ ചാട്ടയ്ക്ക് നമ്മൾ തീ കൊടുത്തേക്കാണ്. പൊളി പൊന്നു കത്തിയോരെന്ന് പറയണ്ട നമ്മുടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വണ്ടിക്കുട്ടയിലെ നമ്മൾ ഇന്ന് എലഫന്റ് ഉത്പത്തി ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നേരെ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അടിപൊളി. അപ്പൊ നമ്മുടെ അടപ്പം മാറ്റി നേരെ കൊണ്ടുവന്ന് നമ്മളിത് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ഇതിലേക്ക് കൊണ്ട് ഒഴിക്കാൻ പോവാണ്. സംഭവം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ടാകും. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്ന് നമ്മൾ നീല കളറാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫുഡ് കളർ തുറന്ന് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. അപ്പോൾ ഈ കളർ ഒഴിച്ച് കാണിച്ചു തരാം ഞാൻ എന്ത് കളറാണെന്ന്. സംഭവം എന്ത് നോക്കി കണ്ട, നല്ല നീല കളറാണ്. അടുത്തായിട്ട് നമ്മുടെ മാജിക്കൽ സൊല്യൂഷനുള്ള സാധനം ഈസ്റ്റ് ആണ്. നമ്മളിത് നമ്മുടെ വെള്ളത്തിലേക്ക് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ട് അങ്ങോട്ട് കലക്കി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ ഈസ്റ്റ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലെ അവിടെ നിൽക്കില്ല, ഓടിക്കളയൂട്ടാ. ഓക്കെ, റെഡി, 1 2 3 ഗോ. ഓ